പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അദൃശ്യ വിൽപത്രം കയറി കളയാണ്. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ തറവാട് വെട്ടിമുറിച്ച് എല്ലാവരും പല വഴിക്ക് പോകണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ എന്നാലും മോനെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളും അവിടെ തന്നെ കാണും, ആരും എവിടെയും പോകണ്ട, ഞങ്ങൾക്കൊക്കെ മുത്തശ്ശൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എന്നാലും അസ്തമിക്കാനായും തോന്നുമ്പോൾ ഞാൻ എൻ്റെ കടമകൾ ചെയ്യണ്ടേന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ തറവാട് വെട്ടിമുറിച്ച് ഭാഗം വെക്കുന്നതാണോ അച്ഛൻ്റെ കടമ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് അതിന് സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയുകയാണ്, സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഒരു ആദർശവാൻ വന്നിരിക്കുന്ന ഒരു സത്യവാൻ ജീവിക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചിലർ സങ്കടപ്പെടുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മം മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും എന്നുള്ള ഇതിലൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിനക്ക് ഇങ്ങനെ കൂടെ ഒരാളുണ്ടെങ്കിൽ, നീ ഇനിയിപ്പോൾ ഇവിടുന്ന് പല വഴിക്ക് പോയാലും നിൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത വിജയമായിരിക്കും നിനക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതിനി ആരാണെന്ന് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ രാജാവിനെ പോലെ ഇവിടെ ഓരോ ചട്ടങ്ങളും നിയമങ്ങളും കൊണ്ടുവരുന്ന ഈ കിളവൻ പെട്ടെന്ന് അങ്ങ് പോയാൽ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടായേനെ എന്നുള്ളതിൽ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്വത്തൊക്കെ കിട്ടി വേറെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല ഒരു ആദർശവാന്. അതുപോലെ തന്നെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ അതിൽ എനിക്കും എൻ്റെ മക്കൾക്കും ഉണ്ടായിരുന്ന ഭാഗം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് സമാധാനമായേനെ, അതും അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ജലജി മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ മുത്തശ്ശനും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അതിനോടൊപ്പം ഞാൻ നിൽക്കുമ്പോഴും ഇങ്ങനെ ഈ വീടിനകത്ത് നല്ല പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇന്നിതിപ്പോൾ നീ കീറി കളഞ്ഞു, ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഞാൻ നിങ്ങളാരും അറിയാതെയായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് പറയാണ്. പിന്നീട് വക്കീലിനോട് ഈ ഭാഗം വയ്പ് ഇവിടെ നിർത്താന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോവാണ് കേട്ടോ. ആ വിൽപത്രം ആദർശ് കീറി കളഞ്ഞുകൊണ്ട് തന്നെ ജലജയ്ക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നീട് നവ്യ റൂമിലേക്ക് വന്ന് ടവലൊക്കെ എടുത്ത് കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അബി പിറകെ വന്നിട്ട് ഇങ്ങനെ നവ്യയുടെ ഫോൺ എടുക്കുന്നുണ്ട്. മുൻ കാമുകനല്ലേ, അയാളുടെ ഡീറ്റെയിൽസ് എന്തായാലും അവളുടെ ഫോണിൽ കാണാതിരിക്കില്ല എന്ന് പറഞ്ഞ് നവ്യയുടെ ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഫോട്ടോ ഒക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും മുൻ കാമുകൻ്റെ ഇങ്ങനെ ഫോട്ടോ എല്ലാം ഇങ്ങനെ ഫോണിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിലും കാണും എന്നൊരു കെട്ടവളെന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അബി ഓർക്കുകയാണ് അവൻ്റെ ഫോട്ടോ കാണുന്ന സമയത്ത്. പിന്നീട് ദേവയാനിയോട് ജയൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സ്വർണ്ണവില പെട്ടെന്ന് ഇങ്ങനെ കൂടിയതാവാൻ കാരണം, എന്നാലും ബിസിനസ്സിനെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും അതിനങ്ങനെ കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്, പൂജയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. അപ്പോൾ മുത്തശ്ശനെ നോക്കാനായിട്ട് ഡോക്ടർ വരല്ലേ, അപ്പോൾ അതിന് വേണ്ടി പ്രത്യേക പൂജ നടത്തിയതാണെന്ന് പറയും. അപ്പോഴേക്കും ജലജ അവിടെ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും കേട്ടോ. മനസ്സിൽ വിഷം വെച്ചുകൊണ്ട് ഇങ്ങനെ പൂജ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ രോഗങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ കാരണന്മാർക്ക് പ്രായാധിക്യം കൊണ്ട് ഇങ്ങനെ അസുഖം വരാറുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഈ രണ്ട് മരുമക്കളും കയറി വന്നുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുകയാണ്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മരുമക്കൾ രോഗം കൊണ്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അപകടകാരികളായ വൈറസിനേക്കാളും ദോഷമാണ് ഇങ്ങനെ ഇവരകത്ത് കയറിയാലെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരും വീട്ടിലുണ്ട്, അത് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതാണെന്നൊക്കെ ജയൻ ജലജയനോടും പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി അതുപോലെ തന്നെ മുത്തശ്ശനും ഒക്കെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നല്ലോ എന്ന് അതിനെ പറയും. അപ്പോൾ എൻ്റെ ആയുസ് നീട്ടി തരാൻ വരുന്ന ഡോക്ടറല്ലേ എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ വന്ന് ഇങ്ങനെ മുത്തശ്ശൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറയും, എന്തായാലും മുത്തശ്ശൻ്റെ അസുഖം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സുഖപ്പെടുത്തിയെടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനേക്കാളും ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജൊക്കെ സുഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും പറയുന്നുണ്ടായിരുന്നു, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ സാറിൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ കോശങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, എന്തായാലും ചികിത്സിച്ച് മാറ്റാനായിട്ട് പറ്റുന്ന അദ്ദേഹം 100% ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ ഇങ്ങനെ അതിന് മുന്നേ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എന്നെ എൻ്റെ മക്കളെ അംഗീകരിക്കാത്തവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് കേട്ടോ നവ്യയുടെ കാര്യം. പിന്നീട് ഇങ്ങനെ അമ്മ വിഷമിക്കേണ്ട, അച്ഛനൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ജലജ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനൊരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ മനസ്സിനിങ്ങനെ കുറച്ച് ഇങ്ങനെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ വേണം ഇനി ചെയ്യാൻ, ഇങ്ങനെ ബിസിനസ് എന്ന് പറഞ്ഞ് ഓടരുത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനോട് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്നെ നിർത്തി വെച്ചത്, ഇപ്പോൾ കൊച്ചുമോനാണെല്ലാം നോക്കുന്നത്, അവനാണ് ഇങ്ങനെ കമ്പനിയുടെ MD എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനോടൊന്ന് വന്നേ, സാറ് വിശ്രമം വേണമെന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ
സാറ് ചെല്ല്, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിച്ചോളാം എന്ന് പറയാണ്. പിന്നീട് ഡോക്ടറാണ് എല്ലാവരോടും കൂടി ആയിട്ട് പറയുന്നത്, ഇങ്ങനെ വയസ്സായവർക്ക് ചിലപ്പോൾ വിശ്രമം കിട്ടുമായിരിക്കും, പക്ഷെ അവരുടെ മുന്നിൽ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ മൂർത്തി സാറ് മനസ്സിന് നല്ല ബലമുള്ള ആളാണ്, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ അത് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന മരുന്നൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരം ഇതാക്കാതെ വരും, അപ്പോൾ അത് പാടില്ല എന്ന് പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ വേണം നടക്കാൻ എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട് പോകും. പിന്നീട് ജയൻ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞല്ലോ അച്ഛൻ്റെ ആരോഗ്യമാണ് ഇപ്പോൾ പ്രധാനം, എന്നിട്ടിപ്പോൾ അതറിയുന്ന ആദർശ് പോലും ചില സമയത്ത് ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജലജയനോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ മോള് പൂജാമുറിയിൽ കയറിയതിനെ നീ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ മോളിങ്ങനെ പൂജാമുറിയിൽ കയറി ദൈവത്തിനെ ഉണർത്തിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് എന്ന് പറയട്ടെ. അപ്പം നീ ചിലപ്പോൾ പൂജാമുറിയിൽ കയറിയിരുന്നെങ്കിൽ ഇങ്ങനെ അതിൻ്റെ റിസൾട്ട് വേറെ ആയിരുന്നേനെന്ന് ജലജയനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കോൺഫിഡൻസ് തരാനാണോ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മരണത്തിന് ഭയമൊന്നുമില്ല, പിന്നീട് എനിക്ക് ഡോക്ടർ ഇങ്ങനെ കോൺഫിഡൻസ് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ദേവയാനി അവിടേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വീടിനകത്ത് ഇപ്പം നല്ല പുകച്ചിലുണ്ട്, അപ്പോൾ എന്തായാലും സന്തോഷമുള്ള കാര്യങ്ങൾ അങ്ങനെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണം. അനിയുടെ കല്യാണ കാര്യത്തിനെ കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. കല്യാണം പെട്ടെന്ന് തന്നെ നടത്താമെന്നുള്ള ഇതിലൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവനാണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ കവിത അതൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ഇതുമില്ലാതെ നടക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആദർശിനോട് അവനെ ഏൽപ്പിക്കാനായിട്ട് പറയണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ അനീനെയാണല്ലോ ആദർശിന് കൂടുതൽ വിശ്വാസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുൻപേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവർ. അനിയുടെ കല്യാണക്കാര്യത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അനിയാണ് കുറച്ചെങ്കിലും ഒന്ന് ഇടഞ്ഞു നിൽക്കുന്നത്, അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അതും ഞാനും ജയേട്ടനും ആദർശും കൂടെയൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും അനിയനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം, അനിയുടെ കാര്യത്തിൽ ആദർശിനോട് ഒന്നുകൂടെ ശ്രദ്ധ കൊടുക്കാൻ പറയണം എന്നൊക്കെ ദേവയാനിയോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് പോകുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ മൂത്ത മരുമോളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവൾ നൈനമോളെ വെറുക്കുന്നത് ഒഴിച്ചാൽ അവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് ദൈവങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറയും. പിന്നീട് അനിയനോട് ദേവയാനിയും ആദർശം കൂടെ വന്നിട്ട് ഇങ്ങനെ കല്യാണക്കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശന് ഇങ്ങനെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ കല്യാണം പെട്ടെന്ന് നടത്താം, മുത്തശ്ശൻ്റെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ കല്യാണം നടത്തുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേവേനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ 2 മരുമക്കൾ കയറി വന്നത് നിനക്കറിയാലോ, പക്ഷേ ഇത് നിൻ്റെ കാര്യം അങ്ങനെയല്ല, അനാമികേനെ നിൻ്റെ മുത്തശ്ശനും വല്യച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ചെന്ന് വാക്ക് കൊടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും ആദർശ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കാര്യമൊക്കെ നിനക്കറിയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമിക ഈ വീട്ടിലേക്ക് വന്നാൽ ഏട്ടത്തിനേക്കാളും നന്നായിട്ട് വീട് മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവേനിക്കൊന്നും അത് ഇഷ്ടമാവുന്നില്ല. അവളെ പുകഴ്ത്താനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഏട്ടന് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പൊരുത്തക്കേടനല്ലേ, സത്യം പറഞ്ഞാൽ മുത്തശ്ശിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നിൻ്റെ ഈ വിവാഹം നടത്തുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അനാമികയായിട്ട് ഞാൻ കൂടുതൽ പരിചയമായിട്ട് പോലും ഇല്ല, എനിക്ക് അങ്ങനെ അവളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നതെന്നൊക്കെ ദേവേനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നീയൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അവരും അങ്ങ് പോകണ്ട. അപ്പം നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ തർക്കിക്കുന്നത്, അനാമിക നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അവളെ ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്നേഹിച്ചൊന്നുമല്ല, ഇങ്ങനെ എൻ്റെ ആരാധികയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവളോടൊരു സ്നേഹം തോന്നി. അത് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് പ്രേമെന്ന്, എനിക്ക് അവളോട് പ്രേമൊന്നുമില്ല, എനിക്ക് വേറൊരാളോടാണ് ഇഷ്ടം എന്ന് പറയാനുണ്ട്. അപ്പോൾ അതാരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, അതാരാന്ന് അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവളെന്തായാലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ആരും സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഞങ്ങളുടെ കാര്യം തന്നെ എനിക്കറിയാലോ, ഇനിയിപ്പോൾ ഇങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ ഒരാളും കൂടെ വന്നാൽ ഇവിടെ ഉള്ളവർ തളർന്നു പോകും, അപ്പോൾ അത് അങ്ങനെ ആ കുട്ടീനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവളുടെ മുഖം മറക്കുന്നതാണ് നല്ലതെന്നൊക്കെ നയനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കതങ്ങ് പറ്റുന്നില്ല കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടി അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നയനയാണെങ്കിലും അതന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്